ഈ മഴ എന്നുള്ളത് ഒരു ഫാക്ടർ മാത്രമാണ്. നമ്മൾ ഹോസ്റ്റ് റെസ്പോൺസും പാത്തജൻ അതായത് രോഗാണുവിൻ്റെ റെസ്പോൺസും അതുപോലെ തന്നെ എൻവയൺമെൻറ്റും ഈ മൂന്നും ചേർന്നാണ് എങ്ങനെ രോഗം ഉണ്ടാകുന്നു എന്നുള്ളതിന് ഉള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിദ്ധാന്തം. ഈ വാട്ടർ ലോഗിങ് കാരണം തന്നെ ചിലപ്പോൾ നമുക്ക് കാലുകളിൽ മുറിവുകളും മറ്റു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോഴത്തേക്കും എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ക്ലിയറായിട്ട് നന്നായിട്ട് ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് കഴുകുകയും അതിനുശേഷം അത് ഉണക്കുകയും ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ 3 അസുഖങ്ങളിലും ഈ ഡെങ്കിയും ചിക്കൻ ഗുനിയയും പകർത്തുന്നത് ഈ പറയുന്ന എയ്ഡിസ് മൊസ്കിറ്റോ ആണ്. വെറസ് മലേറിയ പകർത്തുന്നത് അനോഫിലസ് മൊസ്കിറ്റോ ആണ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ മൊസ്കിറ്റോസും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും വരില്ല എന്നുള്ളതല്ല, ഒരു വാക്സിൻ്റെ ഉദ്ദേശം ഒരിക്കലും വരില്ല എന്നുള്ളതല്ല, പ്രതിരോധിക്കാനും പറ്റും. ആക്ച്വലി ഇനി വന്നാൽ പോലും സിവിയർ ആയിട്ട് വരാതിരിക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നമസ്കാരം. ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു, ഒപ്പം പകർച്ചവ്യാധികളും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചുമാണ്. നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ റിനോയ് എ ഹെൻറിയാണ്. നമസ്കാരം സർ. നമസ്കാരം ഡോക്ടർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മഴക്കാലമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ രോഗങ്ങളും ഒപ്പമുണ്ട്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ ഇത്രയധികം രോഗങ്ങൾ കണ്ടു തുടങ്ങുന്നത്? ഐ തിങ്ക് മലയാളികൾക്ക് ഇപ്പോൾ മഴക്കാലം എന്ന് പറയുന്നത് തന്നെ ഒരു ഭീതിയാണ് അല്ലേ, പ്രളയത്തിന് ശേഷം. അപ്പോൾ അന്ന് നമുക്ക് ഉണ്ടായതും അതിനു മുമ്പും അതിന് പിമ്പും ഉണ്ടായിരിക്കുന്ന മഴക്കാല രോഗങ്ങൾ എന്തുകൊണ്ടെന്നുള്ളതാണ് മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ മഴ എന്നുള്ളത് ഒരു ഫാക്ടർ മാത്രമാണ്. നമ്മൾ ഹോസ്റ്റ് റെസ്പോൺസും പാത്തജൻ അതായത് രോഗാണുവിൻ്റെ റെസ്പോൺസും അതുപോലെ തന്നെ എൻവയൺമെൻറ്റും ഈ മൂന്നും ചേർന്നാണ് എങ്ങനെ രോഗം ഉണ്ടാകുന്നു എന്നുള്ളതിന് ഉള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിദ്ധാന്തം. ഇതിൽ മഴയെന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇത് മാത്രമാണ്. അപ്പോൾ ഈ മഴ വരുമ്പോൾ ഈ രോഗാണു സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ വരുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെറ്റ്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പലപ്പോഴും വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്, അതായത് വാട്ടർ ലോഗിങ് ഉണ്ടാകുന്നുണ്ട്. വാട്ടർ ലോഗിങ് വരുമ്പോഴത്തേക്കും കൊതുക് പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഡെങ്കി പോലെയുള്ള അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ, മലേറിയ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ വാട്ടർ ലോഗിങ് കാരണം തന്നെ ചിലപ്പോൾ നമുക്ക് കാലുകളിൽ മുറിവുകളും മറ്റു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോഴത്തേക്കും എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ വാട്ടർ ലോഗിങ് തന്നെയാണ് മറ്റൊരു കാര്യം ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകളുമായിട്ട് മലിനജലം മിക്സ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡയറിയൽ ഇൽനെസ് പോലെ വയറിളക്കം പോലുള്ള രോഗങ്ങളും ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് വാട്ടർ ലോഗിങ് ആണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് പലപ്പോഴും നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല എല്ലാവരിലും യൂഷ്വലി. അപ്പം നമ്മൾ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കുറച്ച് കുറവായിരിക്കാം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് ഇവിടെ. നമ്മൾ പലപ്പോഴും ഇൻഡോഴ്സ് കഴിയാണ്. അപ്പോൾ സ്കൂളിലാണെങ്കിലും മറ്റാണെങ്കിൽ കളിക്കാൻ പോകുന്നില്ല, ഇൻഡോഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഷെൽട്ടറിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും തിങ്ങി ആണ് നിൽക്കുന്നത്, ഒരു ബസ് ഷെൽട്ടറിൻ്റെ അടുത്താണെങ്കിൽ പോലും. അപ്പോൾ അവിടെ എല്ലാം ഓവർ ക്രൗഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓവർ ക്രൗഡിങ് കാരണം പ്രത്യേകിച്ച് നമ്മുടെ റെസ്പിറേറ്ററി വൈറസുകളും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആയിട്ടുള്ള മറ്റ് ബാക്ടീരിയ മൈക്രോ ഓർഗാനിസം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതെല്ലാം ചേർന്നിട്ടായിരിക്കാം ആക്ച്വലി മഴ ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സോ മഴയല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മഴ നല്ലതാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഡെഫിനറ്റ്ലി അതുകൊണ്ട് മറ്റ് രോഗങ്ങൾ പകരാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡോക്ടർ വെള്ളക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. ഇപ്പോൾ രാവിലേക്ക് ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും നല്ല മഴ പെയ്യുന്നത്. അപ്പോൾ റോഡ് മൊത്തം വെള്ളമാണ്, അത് പല അഴുക്കുകളായി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഓഫീസിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് കാലൊക്കെ കഴുകി വൃത്തിയായിട്ടിരിക്കാം. അപ്പോൾ ഈ ഓഫീസിലൊക്കെ നമ്മൾ പോകുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, എങ്ങനെ വൃത്തിയായി കയറാം എന്നുള്ള രീതിയിൽ കഴുകുക? അതിലേ നമുക്ക് പറ്റുള്ളൂ. ആക്ച്വലി നമുക്കിപ്പോൾ ഐഡിയലി നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ കൃഷി സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഈ ക്ലീനിങ് ജോബ്സ് ചെയ്യുന്നവരിൽ അവരിൽ നമുക്ക് ഡെഫിനറ്റ്ലി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ബൂട്ട്സും അല്ലെങ്കിൽ ഗ്ലൗസും ഒക്കെ ഇടാൻ പറയാം. പക്ഷെ സാധാരണഗതിയിൽ ഒരു ഓഫീസിലേക്ക് പോകുന്നവരോട് ഇത് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ക്ലിയറായിട്ട് നന്നായിട്ട് ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് കഴുകുകയും അതിനുശേഷം അത് ഉണക്കുകയും ചെയ്യുക. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു സോക്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ സോക്സ് നനഞ്ഞു കഴിയുമ്പോൾ നമ്മളത് നമ്മുടെ വർക്കിൻ്റെ സ്ട്രെസ്സിൽ അതങ്ങ് മറന്നു പോവുകയാണെങ്കിലാണ് ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരുന്നത്. ആ ഒരു ഹ്യൂമിഡിറ്റിയും
ആ ഒരു വെറ്റ്നെസ്സും ഡാംനെസ്സും അവിടെ നിൽക്കുമ്പോഴാണ് പല രോഗങ്ങളും വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ഫംഗസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ. അപ്പം അതുകൊണ്ട് നമുക്ക് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ കാല് കഴുകുകയും അത് ഉണക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ കേട്ടിട്ടുള്ളതാണ് ഈ മഴക്കാലം വരുമ്പോഴാണ് നമുക്ക് പ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട് കുറയുന്നതെന്ന്. അതെന്തുകൊണ്ടായിരിക്കും ഈ മറ്റു കാലാവസ്ഥയെ അപേക്ഷിച്ച്? അങ്ങനെ പൂർണ്ണമായിട്ടൊരു പ്രതിരോധ ശക്തി കുറവൊന്നും ആക്ച്വലി സംഭവിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ശരിയാണ്, ഡെഫിനറ്റ്ലി ആളുകളിൽ കൂടുതൽ അസുഖങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട്. അതിന് മെയിൻ റീസൺ ഞാൻ കണക്കാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും മഴക്കാലം ആകുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് കുറവാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ്, ജനറലി എല്ലായിടത്തും ഒരു കോൾഡ് വരുമ്പോൾ നമ്മൾക്ക് തണുപ്പാണ് ഉള്ളിൽ, അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി മാക്സിമം ഇതെന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ബോഡിയുടെ എല്ലാ റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറയും അങ്ങനെ വരുമ്പോഴത്തേക്ക്. അതൊരു കാര്യം. പിന്നെ നമ്മൾ ലോക്കലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മുടെ സാധാരണഗതിയിൽ രോഗാണുക്കൾ കയറുന്നത് നമ്മുടെ നേസൽ ക്യാവിറ്റി കൂടെയും ഓറൽ ക്യാവിറ്റിയും കൂടിയാണ്. അപ്പോൾ ഈ ഏരിയയിൽ എസ്പെഷ്യലി നേസൽ ഇതിൽ നമ്മൾ കാണുന്ന രോമങ്ങളല്ലാതെ തന്നെ വളരെ ചെറിയ സീലിയ എന്ന് പറയുന്ന ഇതുണ്ട്. അതിൻ്റെ കൂടെ മ്യൂക്കസ് ഉണ്ട്. അപ്പോൾ ഈ മ്യൂക്കോസിലിയറി ക്ലിയറൻസ് നടക്കുന്നത് പല ആളുകളെയും തള്ളിക്കളയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തണുപ്പ് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, ഈ മ്യൂക്കസ് തിക്കാവും, ഈ സീലിയറി ഫംഗ്ഷൻ അത്ര അഡിക്വേറ്റ് ആയിട്ട് നടക്കില്ല. അതുകൊണ്ട് ഈ രോഗാണുക്കളെ തള്ളിക്കളയാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് നഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത്. അങ്ങനെ ഈ ലോക്കൽ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തണുപ്പ് വരുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ ചുരുങ്ങുക ചെയ്യുന്ന വാസോ കൺസ്ട്രിക്ഷൻ വരും. ഇവിടെയും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി വരുന്ന രക്തത്തിന്റെ അംശങ്ങൾ ആ സ്ഥലങ്ങളിൽ എത്താതെ വരുന്നു. ഇത് രണ്ടും ഈ സ്പെസിഫിക് ആയിട്ട് ലോക്കൽ ഇമ്മ്യൂണിറ്റി കുറയാനായിട്ടും രോഗാണു ഉള്ളിൽ കയറുവാനായിട്ടും കാരണമാകാറുണ്ട്. പിന്നെ നമ്മൾ മഴക്കാലത്ത് വേറെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വെറ്റ്നെസ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അത് കൃത്യമായിട്ട് നോക്കുന്നില്ല എങ്കിൽ ആ ഏരിയ വളരെ ഡാമ്പായിട്ടിരിക്കും. അങ്ങനെ ഡാംനെസ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫംഗസ് പോലെയുള്ള രോഗാണുക്കൾ കയറാനായിട്ട് വളരെ സാധനം. കാരണം പലരും പറയുന്നത് വളം കടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ല. ഇതെല്ലാം ആ വെറ്റ്നെസ് അങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം വരുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ, അതുപോലെ കുട്ടികൾക്കും കുറവാണ് പ്രതിരോധ ശേഷി. ഇപ്പോൾ കുട്ടികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഏറ്റവും കുറവ്? ഇതൊരു ആരാണ് വൾണറബിൾ പോപ്പുലേഷൻ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യം. ആക്ച്വലി കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഡെഫിനറ്റ്ലി ആണ്. അതുപോലെ തന്നെ 60-65 വയസ്സിന് മേളിലുള്ള ജീറിയാട്രിക് പോപ്പുലേഷൻ ഡെഫിനറ്റ്ലി ഒരു വൾണറബിൾ പോപ്പുലേഷനാണ്. ഗർഭിണികൾ ഒരു വൾണറബിൾ പോപ്പുലേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ് നമുക്ക് മറ്റ് രോഗങ്ങളുള്ളവർ. എന്ത് ടൈപ്പ് രോഗങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ്, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഓർഗനുകൾക്ക് തകരാറുള്ളവർ. നമുക്കറിയാം ചിലവർക്ക് സിറോസിസ് ഉള്ളവരുണ്ട്, കിഡ്നിക്ക് അസുഖമുള്ളവരുണ്ട്, ലങ്സിന് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പോലെയുള്ള COPD പോലുള്ള രോഗങ്ങളുള്ളവരുണ്ട്, ഹാർട്ട് ഫെയിലിയർ ഉള്ളവരുണ്ട്. ഇവരെല്ലാവരും വൾണറബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കുറയ്ക്കും. അതുപോലെ തന്നെ വരുന്നതാണ് ചിലപ്പോൾ ചില ഓട്ടോ ഇമ്മ്യൂൺ, നമുക്ക് ജോയിൻറ്റിൻ്റെ അസുഖങ്ങൾ, അതായത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസോ SLE പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ സ്റ്റിറോയിഡ്സും ഇമ്മ്യൂൺ സപ്രസൻ്റ് ആയിട്ടുള്ള ഏജൻസും കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളും ആക്ച്വലി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിയെ കുറച്ച് നിർത്താനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വൾണറബിൾ പോപ്പുലേഷൻ ഹാസ് ടു ബി വെരി കെയർഫുൾ. മറ്റ് സാധാരണ ഒരു ജനത്തെ പോലെയല്ല, ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം നേടേണ്ടതാണ്. ഇപ്പൊ സ്കൂൾ തുറന്നല്ലോ, അപ്പോൾ ഒരു 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം വലിയ ആശങ്കയില്ലായിരിക്കും. പക്ഷേ LKG UKG ഒക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികളെ നോക്കുമ്പോൾ അവരുടെ പേരൻസിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. സ്കൂളിൽ പോയാൽ പനി കൊണ്ടായിരിക്കുമോ വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും കുട്ടികളെ സ്കൂളിൽ വിടുന്ന കാര്യത്തിൽ? അല്ല, സ്കൂളിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് സ്കൂൾ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സോഴ്സ്. ഈ കുട്ടികൾ തമ്മിൽ സമ്പർക്കം വരുമ്പോൾ അവരോട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നമ്മൾ കോവിഡിന്റെ കാലത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അല്ലെങ്കിൽ കൈ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കഴുകുക, ഹാൻഡ് വാഷിംഗ് പ്രാക്ടീസ് കൊണ്ടുവരിക. ഇത് രണ്ടും നമുക്ക് കുട്ടികളിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നുമില്ല, അവർ കയ്യിൽ തോളത്ത് കൈയിട്ടേ നടക്കുകയുള്ളൂ, അല്ലേ? അതാണ് അവരുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖമുള്ളവരെ മാറ്റി നിർത്തണം. സ്കൂൾസ് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം അതാണ്. ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂൾസ് വരെ അവർ ഒരു സർക്കുലർ അയക്കാറുണ്ട് എല്ലാ വർഷവും. അതായത് മഴക്കാലമാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, കുട്ടികളെ സ്കൂളിലേക്ക് വിടരുത് എന്നുള്ളത്.
അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു അസുഖം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വിടാതിരിക്കാനായിട്ട് നോക്കുക. ബിക്കോസ് അത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ക്ലാസ്സുകൾ മാത്രമല്ല, അവർ ട്രാവൽ ചെയ്യുന്ന സ്കൂൾ ബസ് ആയാലും എല്ലാം അതേപോലുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ തന്നെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളാണ് കോഫ് എറ്റിക്വറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മൾ എങ്ങനെ ചുമയ്ക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സ്നീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ടവലോ ഹാൻകർച്ചിഫ് ഉപയോഗിക്കാൻ പറയണം. അത് പറ്റുന്നില്ലാത്ത അവസ്ഥയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും വെച്ചിട്ട് ചുമയ്ക്കാനായിട്ട് അത് പഠിപ്പിക്കും. ഇതെല്ലാം വളരെ ഏർലി ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് അഡൽട്സിലും വേണ്ടതാണ് ഡെഫിനറ്റ്ലി, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ചെറുപ്പമുള്ള ശീലങ്ങളാണല്ലോ ആക്ച്വലി വലുതാകുമ്പോഴത്തേക്കും വളരെ അത് യൂസ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വിധത്തിലുള്ള ട്രെയിനിങ്. അപ്പോൾ ആ ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കൃത്യമായിട്ട് അറിയില്ല നമുക്കൊരു പനി വന്നാൽ നമ്മൾ എത്ര ദിവസം റെസ്റ്റ് എടുക്കണമെന്ന്. ശരിക്കും ഒരു പനി വന്നാൽ നമ്മൾ എത്ര ദിവസം റെസ്റ്റ് എടുക്കണം? അഗൈൻ പനി ഏതാണെന്ന് അനുസരിച്ചിരിക്കും, നമ്മൾ വൾണറബിൾ ഗ്രൂപ്പിൽ വരുന്നുണ്ടോ എന്ന് ആശ്രയിച്ചിരിക്കും. സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ സാധാരണ പനികൾ, അതിപ്പോൾ ഈ ഒരു സീസണിൽ വരാൻ സാധ്യതയുള്ള പനികൾ പലതും വൈറൽ പനികളാണ്. അങ്ങനെയുള്ള പനി വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം നമുക്ക് വീട്ടിൽ തന്നെ ഹോം അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് അഡിക്വേറ്റ് ആയിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് എടുക്കുക, സിട്രസ് ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും എടുക്കുക, വൈറ്റമിൻ സിയും മറ്റും കൂടാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ പാരസെറ്റമോൾ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്തെങ്കിലും നമ്മൾ വാർണിംഗ് സൈൻസ് കാണുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറിനെ കാണുക. എന്താണ് വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത്? ഓരോ അസുഖങ്ങൾക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ജനറലായിട്ട് പറയുകയാണെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പനി കൂടുക, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, തുടരെയുള്ള ഛർദി, വയറുവേദന, അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ വളരെ ശക്തമായ ക്ഷീണം അനുഭവപ്പെടുക, ബോധത്തിന്റെ അളവുകളിൽ വ്യത്യാസം, പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമുള്ളവരിലും ഈ ഒരു പനി തന്നെ മതി ചിലപ്പോൾ ആളുടെ ബോധത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്താൻ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നെങ്കിൽ നമ്മൾ ഉടനെ ഒരു ഡോക്ടറിനെ കാണേണ്ടതും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലേക്ക് ചെല്ലേണ്ടതും അത്യാവശ്യമാണ്. മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഡെങ്കിപ്പനിയാണ്, പിന്നെ വരുന്നത് ചിക്കൻ ഗുനിയ, മലേറിയ. ഇത് മൂന്നും കൊതുക് പരത്തുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം. അപ്പൊ എന്താണ് ഡോക്ടർ ശരിക്കും ഡെങ്കിപ്പനി? ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഒരു വൈറൽ ഹെമറേജിക് ഫീവറാണ്. അപ്പോൾ അതായത് ഇതൊരു വെക്ടർ ബോൺ ഡിസീസുമാണ്. അതായത് ഒരു വൈറസ് ഒരു ഹ്യൂമൻ ഹോസ്റ്റിലേക്ക് വരണമെങ്കിൽ ഇതിനൊരു വെക്ടർ വേണം. ഈ വെക്ടറാണ് ഈ മൊസ്കിറ്റോ. ഇതിൽ ഏത് മൊസ്കിറ്റോ ആണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 അസുഖങ്ങളിലും ഈ ഡെങ്കിയും ചിക്കൻ ഗുനിയയും പകർത്തുന്നത് ഈ പറയുന്ന എയ്ഡിസ് മൊസ്കിറ്റോ ആണ്. വേറെസ് മലേറിയ പകർത്തുന്നത് അനോഫിലസ് മൊസ്കിറ്റോ ആണ്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ മൊസ്കിറ്റോസും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ എയ്ഡിസ് മൊസ്കിറ്റോ കൂടുതൽ കാണുന്നത് ആക്ച്വലി അർബൻ പോപ്പുലേഷനിലാണ്. കേരളത്തിൽ അർബൻ പോപ്പുലേഷൻ എന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ ആക്ച്വലി ഒരു ലാർജ് ടൗൺ അല്ലെങ്കിൽ സിറ്റിയാണ്. കേരളം മുഴുവൻ അങ്ങനെയാണ് അല്ലേ? അത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വില്ലേജസ് വളരെ ചുരുക്കമാണ് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി കേരളം ഇറ്റ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എയ്ഡിസ് മൊസ്കിറ്റോയുടെ പകർച്ച കൂടുതലാണ് അർബൻ പോപ്പുലേഷനിൽ കാണുന്നത്. അനോഫിലസ് മൊസ്കിറ്റോ എല്ലാ ഇതിലും ഉണ്ടാകാം. അപ്പോൾ ഈ എയ്ഡിസ് മൊസ്കിറ്റോ ഈസ് യൂഷ്വലി ഡേ ബൈറ്ററാണ്, അതായത് പകൽ സമയത്താണ് ഇത് ബൈറ്റ് ചെയ്യുന്നത്. ഇതിന് ബ്രീഡ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് വെള്ളം മതി. അതായത് നമ്മളിപ്പോൾ ഒരു കോക്കനട്ട് ഹസ്കിലോ അല്ല ചിരട്ടയിലോ, ഞാൻ പറഞ്ഞ ചിരട്ടയിലോ അതല്ലെങ്കിൽ ഒരു ടയറിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലോ ചെറുതായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോലും ആക്ച്വലി എയ്ഡിസ് മൊസ്കിറ്റോ ആക്ച്വലി ബ്രീഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അനോഫിലസിന് കുറച്ചും കൂടെ വെള്ളവും മറ്റു കാര്യങ്ങളും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എയ്ഡിസ് മൊസ്കിറ്റോ ആണ് കൂടുതൽ അർബൻ പോപ്പുലേഷനിൽ മോർ ഇമ്പോർട്ടൻറ്റ്. ഈ ഡെങ്കി എന്ന് പറഞ്ഞൊരു രോഗം എന്ന് പറയുന്നത് ആക്ച്വലി സാധാരണ ഒരു വൈറൽ പനി വരുന്നത് പോലെ ഒരു 3-4 ദിവസം പനിയും മേലുവേദനയായിട്ട് പോകാവുന്ന ഒരു രോഗമാണ്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് അങ്ങനെയാണ്. പക്ഷേ ചിലവരിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് വരിക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തലവേദന, കണ്ണിൻ്റെ പുറകിലുള്ള വേദന, അതുപോലെ തന്നെ മേലുവേദനയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബാക്ക് പെയിനും സാധാരണ ഡെങ്കിപ്പനി തന്നെ പലരും കാണാറ്. ഇതുകൊണ്ടാണ് ഇതിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയുന്നത്. അത്ര സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ ആണ് യൂഷ്വലി ഇതിനോടുകൂടി അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ മോസ്റ്റ്ലി ഈ പനിയുടെ ഒരു ഫേസ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതങ്ങ് കുറയും. മാക്സിമം പോയ 5-6 ദിവസങ്ങൾ. അത് കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് ആണ് ഡെങ്കി. ഓക്കെ, ഇതിൻ്റെ ഇടയിലും അതിന് കഴിഞ്ഞും നമ്മൾ ചില വാർണിംഗ് സൈൻസ് നമ്മൾ നോക്കണം.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള വയറുവേദന, ഛർദി, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷീണം, അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, രക്തസ്രാവം പോലെ വരിക, അതായത് നമ്മുടെ ഗംസിൽ നിന്നോ മൂക്കിൽ നിന്നോ ചെറിയ തോതിൽ രക്തം പൊടിയുക, മലത്തിൽ കറുത്ത കളറിൽ ബ്ലഡ് പോവുക, അതുപോലെ തന്നെ നമ്മുടെ യൂറിനിൽ കൂടെ ബ്ലഡിൻ്റെ അംശം കാണുക, കളർ വ്യത്യാസം വരിക, സ്കിന്നിലും പല ഭാഗങ്ങളിലും ആക്ച്വലി റെഡ് സ്പോട്ട്സോ അതല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെതായിട്ടുള്ള മറ്റ് മാനിഫെസ്റ്റേഷൻസ് കാണുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ലിവർ ഫംഗ്ഷൻസിൽ വ്യത്യാസം, പ്ലേറ്ററ്റ് വല്ലാതെ കുറവ്, ഇതെല്ലാം നമുക്ക് വാർണിംഗ് സൈൻസ് ആയിരിക്കേണ്ടതാണ്. ഡെങ്കി എന്ന് പറയുമ്പോൾ എല്ലാവരും അസോസിയേറ്റ് ചെയ്യുക ലോ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവെന്നുള്ളത് മാത്രമാണ് ഡെങ്കിയോട് അനുബന്ധിച്ച്. അത് മാത്രമല്ല, ശരിക്കും ഡെങ്കിയിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാപ്പിലറി ലീക്കേജ് ഉണ്ടാവും. അതായത് പ്ലാസ്മ ഇങ്ങനെ ലീക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട്. ഇതാണ് പലപ്പോഴും ഈ ആക്ച്വലി രോഗം മൂർച്ഛിക്കാനായിട്ടുള്ള കാരണമാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് മാനിഫെസ്റ്റേഷൻസ്. അല്ലാതെയും സിവിയർ ഫോംസ് ഓഫ് ഡെങ്കി ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സിവിയർ ഫോംസ് ഓഫ് ഡെങ്കി കണ്ടുപിടിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡിക്വേറ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരിക. സിവിയർ ഡെങ്കി WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതിലും എല്ലാം മേലെയാണ്. വളരെ ഹൈ ആയിട്ടുള്ള ലിവർ എൻസൈംസ്, ഓർഗൻ ഡാമേജ് പോലെയുള്ള കാര്യങ്ങൾ വരിക, അതുപോലെ വയറ് മറ്റ് ലങ്സിൻ്റെ ഉള്ളിലും വയറിൻ്റെ ഉള്ളിലും ഒക്കെ വെള്ളക്കെട്ട് വരിക, ഇങ്ങനെയുള്ള ബോധത്തിലുള്ള വ്യത്യാസങ്ങൾ വരിക, ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുക, BP വല്ലാതെ ഫോൾ ചെയ്യുക. അതിനാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിവിയർ ആയിട്ടുള്ള ഡെങ്കി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെഫിനറ്റ്ലി ഒരു ഹോസ്പിറ്റൽ ആൻഡ് പ്രിഫറബിളി ഒരു ICU സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡെങ്കി എന്നുള്ള രോഗം ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസാണ്. പലരിലും വെറുതെ ഒരു പനിയായിട്ട് വന്നു പോകാം, എന്നാൽ ചിലവരിൽ മാത്രം ഇതേപോലെ സീരിയസ് കോംപ്ലിക്കേഷൻസ് വരുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് പ്രതിരോധിക്കാൻ ഈ പണ്ട് ആൾക്കാർ പറയും ഡെങ്കി വന്നു കഴിഞ്ഞാൽ അനാർ മാത്രം കഴിച്ചാൽ മതി, അത് മതിയോ? അതില്ല, ഡെഫിനറ്റ്ലി. കാരണം ഈ അനാർ എന്ന് പറയുന്നത് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ലിങ്ക് ടു പ്ലേറ്റ്ലെറ്റ് കൂടുന്നുള്ളതാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഡെങ്കിയുടെ പ്രതിരോധത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഡെഫിനറ്റ്ലി മോസ്കിറ്റോ ബ്രീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഒന്നിൽ കൊതുക് ഉണ്ടാവരുത്, അല്ലെങ്കിൽ നമ്മളെ കടിക്കരുത്. ഇതിൽ രണ്ടിലും നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാന്നുള്ളത്. കൊതുകിൻ്റെ ആ ഒരു ബ്രീഡിങ് നിർത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി മെഷേഴ്സ് എടുക്കേണ്ടത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ഗവൺമെൻറ് അതോറിറ്റീസ്, ലോക്കൽ ബോഡീസ്, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും. അതിനാണ് നമ്മളൊരു ഡ്രൈ ഡേ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നത്. അത് എവിടെയെങ്കിലും നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കമത്തി കളയുക. അങ്ങനെ ഒരു ഡേ ആചരിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഈ മൊസ്കിറ്റോ ബ്രീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടി എന്ത് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മുടെ അങ്ങനെ ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നെറ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ കിടക്കുന്ന സമയത്ത് മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക, നമ്മുടെ ഡോറും മറ്റു കാര്യങ്ങളൊക്കെ നെറ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവായിട്ട് നമുക്ക് ഫുൾ സ്ലീവ്സ് ആയിട്ട് കാര്യങ്ങൾ ഇടാം. മൊസ്കിറ്റോ ബൈറ്റ് മാക്സിമം ഇത് ചെയ്യാം. റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ഇത് ഉപയോഗിക്കാം, റിപ്പല്ലൻ്റ് ലോഷൻസ് ഉപയോഗിക്കാം. ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരളവ് വരെ ഇത് നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടുതൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പനി വന്നാൽ പോലും ഹൈഡ്രേഷൻ മുടക്കരുതെന്നുള്ളതാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക. അതിൻ്റെ കൂടെ പാരസെറ്റമോൾ ആകാം. പക്ഷേ പനി മൂർച്ഛിക്കുകയോ മറ്റ് ബുദ്ധിമുട്ടുകൾ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടണമെന്നുള്ളതാണ്. ഈ ഏത് രോഗവും ആക്ച്വലി പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണ് വാക്സിൻസ്. ഇതുവരെ നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു വാക്സിൻ ഉണ്ടായിരുന്നില്ല. ബട്ട് ദർ ഇസ് എ വാക്സിൻ ദറ്റ് ഇസ് അണ്ടർഗോയിങ് ഒരു ലാർജ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രയൽ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ICMR-ഉം ഒരു പാനേഷ്യ ബയോടെക് എന്നൊരു കമ്പനിയും കൂടെ ചേർന്നാണ് അതിൻ്റെ phase 3 ട്രയൽ നടക്കുകയാണ്. കാര്യങ്ങളെല്ലാം നന്നായി പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വിത്തിൻ ദ നിയർ ഫ്യൂച്ചർ നമുക്കൊരു വാക്സിൻ അവൈലബിൾ ആവും. അതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ രോഗത്തോട് നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ സിവിയറിറ്റിയോട് നമുക്ക് ഗുഡ് ബൈ പറയാം. ഡോക്ടർ, അതുപോലെ ഇപ്പം ഒരു പ്രാവശ്യം വന്ന് അടുത്ത പ്രാവശ്യം വീണ്ടും വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡെങ്കി? വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അത് പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അതായത് ഇപ്പം നമ്മളുടെ പല വൈറൽ അസുഖങ്ങളും ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ, ലൈക്ക് ചിക്കൻ ബോക്സ് ഒരിക്കൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് വരില്ല, അല്ലേ? 99% ആൾക്കാർക്കും അത് രണ്ടാമത് വരില്ല. പക്ഷെ അങ്ങനെയല്ല ഡെങ്കി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഡെങ്കി വൈറസിന് 4 സീറോ ടൈപ്പ് ഉണ്ട്. 1, 2, 3, 4. ഇപ്പം ആദ്യം നമുക്ക് വരുന്നത് ഒരിക്കൽ ഒരു വൈറസ് 2 ആണെന്ന് വിചാരിക്കുക. രണ്ടാമത് വരുന്ന വേറൊരു സീറോ ടൈപ്പോ സ്ട്രെയിനോ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെക്കാനിസം അവിടെ നടക്കുന്നത്. അതിനാണ് ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വൈറസ് 1നോടായിരിക്കും, സീറോ ടൈപ്പ് 1നോടായിരിക്കും. ഇത് മറ്റ് ഇതുമായിട്ട്
അത് നമ്മളിപ്പോൾ 4 ആണ് കിട്ടുന്നതെങ്കിൽ അതിനോട് നമുക്ക് കൃത്യമായിട്ട് ഇമ്മ്യൂണിറ്റി വരുന്നില്ല. പക്ഷേ ഇമ്മ്യൂണിറ്റി വരുന്നില്ല എന്ന് മാത്രമല്ല, അത് അസുഖത്തെ മൂർച്ഛിപ്പിക്കാനും കാരണമാകുന്നു. ഇതിനാണ് ആന്റിബോഡി ഉണ്ട്, പക്ഷെ വേറൊരു സീറോ ടൈപ്പിനാണ്. പക്ഷെ വേറൊരു സീറോ ടൈപ്പ് വരുമ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് രോഗത്തെ വഷളാക്കാനായിട്ടുള്ള കാരണം. ഇതിനെ സെക്കൻഡറി ഡെങ്കി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ടെസ്റ്റിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഡെങ്കി ടെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെങ്കി NS1 ആന്റിജൻ ചെയ്ത് നോക്കും, IgM എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ ഒരു ഇൻഡിക്കേഷനിലാണ് നമ്മൾ IgGയും ചെയ്യും. അപ്പോൾ IgG ചെയ്യുമ്പോൾ IgG പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഈ ആൾക്ക് നേരത്തെ ഒരിക്കൽ ഡെങ്കി വന്നിട്ടുണ്ട്. IgGയുടെ കൂടെ ഈ NS1 IgMോ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പഴയ ഒരു ഡെങ്കി വന്ന ഒരാളിലാണ് വീണ്ടും ഡെങ്കി വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടും കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഹോസ്പിറ്റലൈസേഷനും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം, അതായത് പെട്ടെന്ന് പ്ലേറ്ററ്റ് കുറയാനായിട്ടും കോംപ്ലിക്കേഷൻസിനും പോകാനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒന്നാണ്. ചിക്കൻ ഗുനിയ നമുക്ക് നോക്കാം. അപ്പം ഇപ്പം ചിക്കൻ ഗുനിയ എത്രമാത്രം വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ ഒരു കാലത്ത് എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കും വന്നു പോയിട്ടുള്ള ഒരു രോഗമാണ്. അപ്പോൾ കാലുവേദന, കൈവേദന ഒക്കെ പറയാം. അപ്പോൾ എന്താണ് ചിക്കൻ ഗുനിയ? ചിക്കൻ ഗുനിയയും ഇതുപോലെ തന്നെ ഒരു വൈറൽ പനിയാണ്. ഇത് ലൈക്ക് യു കറക്റ്റ്ലി സെഡ്, അത് ഇപ്പം നമ്മൾ അത്രയും കോമൺ ആയിട്ട് കാണുന്നില്ല. എൻ്റെ റീസൺസ് ഐ എം നോട്ട് വെരി ഷുവർ, ബട്ട് ഐ തിങ്ക് ഒരിടയ്ക്ക് ആക്ച്വലി കേരളത്തിൽ ഏകദേശം ഒരു 2 decades ബാക്ക് ഒരു എല്ലാവരും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് എല്ലാവർക്കും ചിക്കൻ ഗുനിയ വന്നു. അത് ചിക്കൻ ഗുനിയ ഒരു പനി ഒരു 3-4 ദിവസം കൊണ്ട് അതങ്ങ് മാറി. പക്ഷേ എൻ്റെ ജോയിന്റ് പെയിൻസിന് ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇതും അഗെയിൻ ഒരു വൈറസ് കൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമായിട്ട് ഇത് ജോയിന്റിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് നാൾ തുടരാം. പലരിലും ആക്ച്വലി ആഴ്ചകളോ ചിലവരിൽ മാസങ്ങളോ വർഷങ്ങളോ തുടരാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പല ജോയിന്റിനെയും പെയിൻ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ സ്വെല്ലിങ് അങ്ങനെ കാണാറില്ല, പക്ഷെ കൂടുതൽ പെയിൻ ആണ്. അപ്പോൾ പോളിആർത്രൾജി, അതായത് പല ജോയിന്റിനെ എഫക്ട് ചെയ്യുന്ന കണ്ടീഷൻ വരുമ്പോൾ പലരും മറ്റ് അസുഖങ്ങൾ, അതായത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ SLE ഉണ്ടോ, ഇങ്ങനെ വാദസംബന്ധമായിട്ടുള്ള മറ്റ് രോഗങ്ങളാണോ എന്ന് പോലും നമ്മൾ സംശയിക്കാറുണ്ട്. പിന്നെയാണ് നമ്മുടെ സ്റ്റഡീസിന് മനസ്സിലായത് ഈ ഒരു വൈറസിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഇതിന് ട്രീറ്റ്മെന്റ് പെയിൻ റിലീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, ആക്ച്വലി നമുക്ക് ലോക്കലായിട്ടുള്ള ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, എക്സസൈസും ഫിസിയോതെറാപ്പിയും ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്ലോലി അത് റിസോൾവ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നാളത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി നിൽക്കും. ചിലവർക്കൊക്കെ വളരെ ഇൻകപ്പാസിറ്റേറ്റിംഗ് ആയിട്ടുള്ള പെയിൻ വരുന്നതും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് അത്ര കോമൺ അല്ല, ഫോർ വാട്ട് എവർ റീസൺ. അതെ, ഉണ്ടായിരുന്നു. അതുപോലെ മലേറിയയും കൂടെ ഒന്ന് പറയാമോ? മലേറിയ ഒരു പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞൊരു സ്പീഷീസ്, ഒരു പ്രോട്ടോസോവൻ ഗ്രൂപ്പിലുള്ള ഒരു ഓർഗാനിസം കോസ് ചെയ്യുന്നതാണ്. അത് സാധാരണഗതിയിൽ കേരളം എൻഡമിക് അല്ല മലേറിയക്ക്. അതുതന്നെ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ മലേറിയ ഇല്ല. അനോഫിലസ് മോസ്കിറ്റോ ഉണ്ടെങ്കിലും ഫൈലേറിയാസിസ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ മലേറിയ അത്ര മതി ഇല്ല. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, കേരളത്തിന്റെ സിറ്റുവേഷൻ മാറുകയാണ്. ഇവിടെ വരുന്ന ആളുകൾ പലപ്പോഴും കോസ്മോപോളിറ്റൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പലരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്കിവിടെ തൊഴിലാളികളും മറ്റും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി മലേറിയ കൂടാനുള്ള ചാൻസ് ഇനി അങ്ങോട്ട് വളരെ കൂടുതലാണ്. മലേറിയ യൂഷ്വലി ഏത് പനി പോലെയും വരാം. പക്ഷേ ഈ പനിയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് വളരെ ഇൻറ്റർമിറ്റൻ്റ് ആയിട്ട് വരുള്ളൂ. അതായത് ഒരു വളരെ ഹൈ സ്പൈക്കിംഗ് പനി വരും, അത് വളരെ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള പനി വരിക, വിറയൽ വരിക, അത് ശേഷം ഒരു നല്ല വേർപ്പോട് കൂടി ആ പനിയും കുറയുക. പിന്നെ കുറച്ച് ചിലവർക്ക് 1 ദിവസം, ചിലവർക്ക് 2 ദിവസം, ചിലർക്ക് 3 ദിവസം പനി ഉണ്ടാവില്ല. അതിനുശേഷം വീണ്ടും ഈ പാറ്റേണിൽ പനി വരിക. ഇതാണ് കോമൺ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ. പക്ഷേ മറ്റെല്ലാ രോഗങ്ങളുള്ള പോലെ ചില സിറ്റുവേഷൻസിൽ, പ്രത്യേകിച്ച് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്ന രോഗാണുവാണ് ഇത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ, അതായത് പ്ലാസ്മോഡിയം ഫാൽസിപാരവും വൈവാക്സും ഒരുമിച്ച് വരുന്ന ഇൻഫെക്ഷനൊക്കെ ചിലപ്പോൾ വളരെ സിവിയർ ആക്കാറുണ്ട്. അത് ഈവൺ ആക്ച്വലി ബ്രെയിനിനെ എഫക്ട് ചെയ്യുക, സെർബൽ മലേറിയ ഉണ്ടാക്കുക, BP ഫോൾ ഉണ്ടാക്കുക, പ്ലേറ്ററ്റ് വല്ലാതെ കുറയ്ക്കുക, കിഡ്നിനെയും ലങ്സിനെയും ഒക്കെ ബാധിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഓഫ് സിവിയർ മലേറിയ അവിടെയും നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട്, അതായത് ഏർലി ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുകയും അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്. ഡോക്ടർ, ഇപ്പം ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇത് 3 കൊതുക് പരത്തുന്നതാണല്ലോ. അപ്പം ഈ കൊതുക് മറ്റൊരാളെ കടിച്ചില്ലെങ്കിൽ ഇത് പകരില്ലേ? ഇല്ല. അതായത് നമ്മൾ ഇതിന്റെ ലൈഫ് സൈക്കിൾ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ രോഗാണു കൊതുകിന്റെ ഉള്ളിലാണ് ഒരു പാർട്ട് ഓഫ് ദ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് പകരാൻ സാധ്യതയുള്ള ഒരു ഫോം ആയിട്ടാണ് നമ്മൾ കൊതുകിന്റെ അടുത്ത് നിന്ന് നമ്മൾക്കൊരു ബൈറ്റ് കിട്ടുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അണ്ടർസ്റ്റുഡ്?
എന്നിട്ട് ഇവിടെയും ഒരു ഇതുണ്ട്. അപ്പം ഒരു കൊതുക് വന്ന ഒരു ബ്ലഡ് മീൽ നമ്മുടെ ഇവിടുന്ന് എടുക്കുമ്പോൾ ഈ സാധനങ്ങൾ ഉള്ളിലേക്ക് കയറുന്നു കൊതുകിന്റെ. ഇത് പിന്നെയും അത് പകർത്തുന്നു. അപ്പോൾ ഒബ്വിയസ്ലി കൊതുകാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പം നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ശരിക്കും വളരെ ഈസി ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്, അല്ലെ? കൊതുകിനെ മാറ്റി നിർത്തിയാൽ മതി. പക്ഷെ അത് ഇത്രയും നാളായിട്ട് നമുക്ക് സാധ്യമായിട്ടില്ല. പല കാരണങ്ങളാണ് ഡെഫിനറ്റ്ലി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻഡിവിജ്വൽ ലെവൽ മുതൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റിലെ അസോസിയേഷൻസ് മുതൽ നമുക്ക് ലോക്കൽ ബോഡി, ഗവൺമെന്റ് എല്ലാവരും ചേർന്ന്, ആരോഗ്യ മേഖല എല്ലാവരും കൂടെ ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വാക്സിൻ എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെ ഡെങ്കി പോലുള്ള ഇതിൽ വരുന്നതിന് റീസൺ ആക്ച്വലി ഈ കൊതുക് നിർമ്മാർജ്ജനം ഇത്രയും നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടും നമുക്ക് അതിൽ ഇത് ചെയ്യണം. ഇപ്പോൾ കൊതുക് നമ്മളെക്കാട്ടും കൂടുതൽ ബുദ്ധിയും ഇതുള്ളവരാണെന്ന് തന്നെ അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഈ മഴക്കാലം ആവുമ്പോൾ എല്ലാവർക്കും വയറിളക്കം, ഛർദില് അങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടായിരിക്കുമോ? ഭക്ഷണ രീതി ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ തന്നെ. കാരണം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഏരിയയിൽ കറക്റ്റായിട്ടാണോ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് ഉപയോഗിക്കുന്ന വെള്ളവും മറ്റു കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലിനമായ ജലവും നമ്മുടെ ജലസ്രോതസ്സുകളിൽ മിക്സ് ആവുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പില്ല. കാരണം വെച്ചാൽ നമ്മുടെ പൈപ്പിംഗ് സിസ്റ്റം മുഴുവൻ അണ്ടർഗ്രൗണ്ടാണ്. ഈ ഭാഗത്തിൽ നമ്മുടെ ചിലതൊക്കെ നമ്മുടെ കാനകളുടെ അടുത്തൂടെ പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ചിലപ്പോൾ ചെറിയ തോതിലുള്ള ബ്രേക്സ് ഉണ്ടാവാം. ലോങ് ടേമിൽ ഏത് പൈപ്പിനും ആ വ്യത്യാസങ്ങൾ വരാം. അത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ മലിനജലം അതിനകത്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെ പമ്പിംഗ് സിസ്റ്റത്തിലേക്ക് ഇത് കയറുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഈ മലിനജലവും നമ്മുടെ ഫുഡിൽ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗങ്ങളെല്ലാം വരാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസീസാണ് ഈ ഡയറിയൽ ഇൽനെസ് അല്ലെങ്കിൽ വയറിളക്കം, ഛർദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നുള്ളൂ. ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, അല്ലേ? നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ മെക്കാനിസം വെച്ച് ഉള്ള വെള്ളം മാത്രം നമ്മൾ കുടിക്കുക. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നമുക്ക് മാറ്റി നിർത്താൻ തന്നെ സാധിക്കും. പിന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ജ്യൂസ്. നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് അത്രയില്ല, കാരണം യൂഷ്വലി ആ വേനൽക്കാലത്താണ് പ്രത്യേകിച്ച് ഇതിന് കൂടുതൽ ഇത് വരുന്നത്. ഈ ജ്യൂസ് പോലെയും മറ്റു കടകളിലും അല്ലെങ്കിൽ തട്ടുകടകളിലും ഒക്കെ അവരുടെ സോഴ്സ് ഓഫ് വാട്ടർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗമില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ് ആണ് ഇത് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ സ്പ്രെഡ് റൂട്ട് എന്ന് പറയുന്നത് തന്നെ ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ എന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇതിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമുക്ക് നമ്മളുടെ വാട്ടർ സോഴ്സ് സേഫ് ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ അതുപോലെ പനിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എലിപ്പനി. അപ്പൊ ഈ മഴക്കാലത്ത് എന്തുകൊണ്ടായിരിക്കും എലിപ്പനി കൂടുതലായിട്ട് വരിക? എലിപ്പനി ആക്ച്വലി എപ്പോഴും ഉള്ളതാണ്. പ്രത്യേകിച്ച് എലിപ്പനി കേരളത്തിൽ വളരെ വ്യാപകമാണ് താനും ആക്ച്വലി. ഇപ്പോൾ അത് കുറഞ്ഞു വരാനുള്ള കാരണം ആക്ച്വലി നമ്മുടെ ഫാമിംഗ് കുറച്ചും കൂടെ കുറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ പ്രൊഡോമിനൻ്റ്ലി കണ്ടിരുന്നത് ഫാമേഴ്സ് എന്നുള്ളൊരു ഗ്രൂപ്പിലാണ്. അവർ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പാഡി പോലെയുള്ള കൾട്ടിവേഷൻ ആണെങ്കിൽ അവർ പ്രൊഡോമിനൻ്റ്ലി എപ്പോഴും ചതുപ്പും വെള്ളവും നിറഞ്ഞ ഏരിയകളിലാണ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ തന്നെ ആക്ച്വലി ഇത് കോസ് ചെയ്യുന്ന പർട്ടിക്കുലർ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞൊരു സ്പൈറോക്കേറ്റ് എന്ന് പറഞ്ഞൊരു മൈക്രോ ഓർഗാനിസമാണ്. ആ ഓർഗാനിസം പറഞ്ഞതുപോലെ തന്നെ വേറൊരു ഹോസ്റ്റാണ് എലികൾ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾ. ഇവരുടെ എക്സ്ക്രീറ്റ, അത് യൂറിൻ ആകാം, അത് അല്ലെങ്കിൽ മലമാകാം, ഇത് നമ്മുടെ വെള്ളത്തിൽ മിക്സ് ആവുന്നുണ്ട്. നമ്മൾ ഫാം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ സ്കിന്നിൽ എവിടെയെങ്കിലുമൊക്കെ സ്ക്രാച്ച് ഇല്ലാതിരിക്കില്ല, അല്ലേ? അപ്പോൾ ആ ഇതിൽ കൂടെ ആക്ച്വലി ഈ രോഗാണു ഉള്ളിൽ കയറുന്നതാണ് യൂഷ്വലി ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്, ഈ എലിപ്പനി എന്ന് പറയുന്ന ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. മഴക്കാലത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പ്രോബ്ലം, ഈ ഫാമിങ്ങിൽ ഉണ്ടാകുന്ന പ്രോബ്ലം നമുക്ക് നമ്മളുടെ ഇവിടെയും വരികയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലി എല്ലായിടത്തും ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ രോഗാണു അതിൽ വന്നിട്ട് അതിൻ്റെ വിസർജ്യ വസ്തുക്കളിൽ നിന്ന് നമ്മുടെ ഈ മലിനജലത്തിൽ വന്ന് ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ചോ ഉണ്ടെങ്കിൽ പോലും ആക്ച്വലി ഇത് ഉള്ളിലേക്ക് കയറുകയും നമുക്ക് എലിപ്പനി ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യാം. ഇപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് സാധാരണ ഒരു പനി പോലെ തന്നെ വരികയും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മസിൽ പെയിൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ മസിൽ എൻസൈംസ് ഒക്കെ വളരെ കൂടുന്ന വിധത്തിലുള്ളൊരു കണ്ടീഷനാണ് എലിപ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണിൽ ചുമപ്പ്, അതായത് കൺജങ്ക്ടൈവൽ സഫ്യൂഷൻ എന്ന് പറയും. ഇതാണ് കോമൺ ആയിട്ട് വരുന്നൊരു പ്രസൻറ്റ്. അപ്പോൾ സിവിയർ ആയിട്ടുള്ള പെയിൻസ്, മസിലിനുള്ള പെയിൻസ് ആണ് ഈ പനിയോടുകൂടി യൂഷ്വലി ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുക. ഇത് ചെറിയ തോതിലൊക്കെ നമുക്ക് മരുന്നുകളും മറ്റു
കാര്യങ്ങളും വെച്ച് ആക്ച്വലി ഇതിനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിച്ചേക്കാം. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പോകുന്ന അവസരങ്ങളിലോ അല്ലെങ്കിൽ ഇതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുന്ന അവസരങ്ങളിലോ ഇത് വളരെ സിവിയർ ആവുന്ന ഒരു കണ്ടീഷനാണ്. ടു ആൻ എക്സ്റ്റെൻറ്റ് സിവിയർ ആയിട്ടുള്ള പ്ലേറ്റഡ് ഫോള് മൾട്ടിപ്പിൾ ഓർഗൻസിനെ ഇത് എഫക്ട് ചെയ്യാം. കിഡ്നി ഷട്ട് ഡൗൺ, ലങ്സിനെ ARDS എന്ന് പറയുന്ന ഒരു സിവിയർ കോംപ്ലിക്കേഷൻ വരാം, ബ്രെയിനിനെ ബാധിക്കാം, അങ്ങനെ ലിവറിനെ കാര്യമായിട്ടുള്ള ഒരു തോതിൽ ബാധിക്കാം. അപ്പോൾ ഇങ്ങനെ ഈവൻ ജീവന് വരെ അപായം ഉണ്ടാകാവുന്ന ഒരു വിധത്തിലാണ്. ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. ട്രീറ്റ്മെൻറ്റ് ഒരു ആൻറ്റിബയോട്ടിക് നോക്കി കൊടുത്ത് ഒരുവിധം എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇത് സാധാരണ ഒരു പനിയായിട്ട് അങ്ങനെ തള്ളിക്കളയുകയും കൃത്യമായിട്ട് വാർണിംഗ് സൈൻസ് നോക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നത്. ഇതിനും ഒരു നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ. പ്രിവെൻറ്റ് ചെയ്യാകുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ഇതേപോലുള്ള ജോലി ചെയ്യുന്നവർ, അതായത് ഫാർമിംഗ് ഇതിലോ അല്ലെങ്കിൽ സ്യൂവേജ് വർക്കേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രളയ മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗിയർ ഉപയോഗിക്കുക. അതായത് ഇവിടം വരെ വരുന്ന, അതായത് കാലിൻ്റെ മുട്ടിനോട് അടുത്ത് വരെ വരുന്ന ഷൂവും അതുപോലെ തന്നെ ഗ്ലൗസും ഉപയോഗിക്കുക കാര്യങ്ങൾക്കായിട്ട്. മറ്റുള്ള നമ്മളെ പോലുള്ളവർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നത്ര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗിയർ ഉപയോഗിക്കുക. ആവശ്യമില്ല എങ്കിൽ ഈ വെള്ളപ്പൊക്കം ഉള്ളിടത്ത് അല്ലെങ്കിൽ വാട്ടർ ലോഗിങ്ങളിൽ കൂടെ നടക്കാതിരിക്കാനായിട്ട് നോക്കുക. ഇനി നടന്നാൽ പോലും തിരിച്ചു വന്നതിന് ശേഷം നന്നായിട്ട് കാല് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ആസ്പെക്ട് നമുക്ക് എന്നിട്ടും ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക് നമുക്കത് ഗവൺമെൻറ്റിലും ആക്ച്വലി ഇത് വിതരണം ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 200 മില്ലിഗ്രാമിൻ്റെ ഒരു ടാബ്ലറ്റ് നമുക്ക് എടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ഒരു പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇത് വരാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ വരികയാണെങ്കിൽ വളരെ സിവിയർ ആയിട്ട് വരാതിരിക്കാനോ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ്. മറ്റെല്ലാം വാക്സിൻസ് ആയിരുന്നു. ഇതങ്ങനെയല്ല, ഇതൊരു ആൻറ്റിബയോട്ടിക് തന്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഈ ആശാ വർക്കർമാരായാലും അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ പ്രതിരോധ മരുന്നുകൾ നമുക്ക് വിതരണം ചെയ്യാറുണ്ട്. അത് എത്രമാത്രം ഫലപ്രദമാണ്? പ്രതിരോധ മരുന്നുകൾ ഏതാണെന്ന് ആശ്രയിച്ചിരിക്കും. അതായത് നമ്മൾ എനിക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് അവർ വിതരണം ചെയ്യുന്നത് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഡോക്സിസൈക്ലിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. മറ്റ് എല്ലാ കാര്യങ്ങൾക്കും പ്രതിരോധ മരുന്നുകൾ ഇപ്പം നമ്മൾ പറഞ്ഞ മറ്റു പല അസുഖങ്ങൾക്കൊന്നും അങ്ങനെ ഒരു മരുന്ന് അല്ല പ്രതിരോധം ചെയ്യുന്നത്. നമ്മളായിട്ട് എടുക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, പ്രൊട്ടക്റ്റീവായിട്ടും പ്രിവെൻറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ്. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. വാക്സിൻ ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ റോൾ ഇൻ ഫ്യൂച്ചർ, എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ ഡെങ്കി പോലുള്ള അസുഖങ്ങൾക്ക് വാക്സിൻ, മലേറിയയിലും വാക്സിൻ ഡെവലപ്മെൻറ്റിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരളവ് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞൊരു കാര്യമാണ് ആക്ച്വലി വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ. കുട്ടികളിലൊക്കെ ആക്ച്വലി റോട്ടോ വൈറസിനെതിരെ വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെതിരെ വാക്സിൻസ് അവൈലബിൾ. അപ്പം വാക്സിൻ ഡെഫിനറ്റ്ലി ബിക്കംസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലാതെയുള്ള പ്രതിരോധ മരുന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി കൃത്യമായിട്ട് അറിയില്ല എന്താണെന്നുള്ളത്. നമുക്ക് ഡോക്സിസൈക്ലിനാണ് യൂഷ്വലി അവൈലബിൾ ആയിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ രോഗങ്ങൾക്ക്, അതായത് എലിപ്പനി പോലുള്ള രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഉള്ള കീമോ പ്രൊഫൈലാക്സിസ് ഇത് മാത്രമാണ് അവൈലബിൾ ആയിട്ട്. നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒന്ന് കുട്ടികൾ, മറ്റേത് പ്രായമായവരാണ്. അപ്പോൾ അവർക്ക് വാക്സിനോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. അതിനകത്ത് നമ്മൾ ഈ അഡൽട്ട് വാക്സിനേഷൻ എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി കൊടുക്കുന്നത് ചില വൾണറബിൾ പോപ്പുലേഷനിലാണ്. ആ വൾണറബിൾ പോപ്പുലേഷനിൽ വരുന്നതാണ് ജീറിയാട്രിക് ഏജ് ഗ്രൂപ്പ്. അതല്ലാതെ ഞാൻ പറഞ്ഞു ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള ഡാമേജ് ഉള്ളവർ, അത് കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ, മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ വാക്സിൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ മഴക്കാലത്ത് നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് ഏതാണ്? സാധാരണ വരുന്ന ചുമ, പനി, തൊണ്ടവേദന, അല്ലെ ഫ്ലൂ എന്ന് പറയുന്ന അസുഖങ്ങൾ. അപ്പോൾ അല്ലെങ്കിൽ അത് ന്യൂമോണിയ ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കോമൺ ആണ്. പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ അവൈലബിൾ ആണ്. അതിപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്ട്രെയിൻസ് എടുത്തു കഴിഞ്ഞാൽ ജീവിതാവസാനം മുഴുവൻ വേറൊരു വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ചേഞ്ചസ് വരുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പോഴത്തെ സെറ്റിൽ സിംഗിൾ വാക്സിൻ എടുത്താൽ മതിയാവും. പക്ഷേ പിന്നെ ഉള്ളത് നമുക്ക് ഈ ഫ്ലൂവിനെതിരായിട്ടുള്ള ഇൻഫ്ലുവൻസ വാക്സിനാണ്. ഇത് വർഷം നമ്മൾ എടുക്കേണ്ടതാണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ അതേ ടൈമിൽ നമ്മൾ പിറ്റേ വർഷവും നമ്മൾ എടുക്കണം. അന്ന് വരെ, അതായത് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന പല രോഗാണുക്കൾക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാ വർഷവും
നമ്മൾ പുതിയ വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാക്സിൻസ് ആയിരിക്കണം നമ്മൾ എല്ലാ വർഷവും എടുക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫ്ലുവൻസയിൽ നിന്നും, അതായത് ഈ ഫ്ലൂ പോലുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചേർത്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും വരില്ല എന്നുള്ളതല്ല, ഒരു വാക്സിൻ്റെ ഉദ്ദേശം ഒരിക്കലും വരില്ല എന്നുള്ളതല്ല, പ്രതിരോധിക്കാനും പറ്റും. ആക്ച്വലി ഇനി വന്നാൽ പോലും സിവിയർ ആയിട്ട് വരാതിരിക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. അത് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഈ ഫുഡിലൂടെയും അതുപോലെ വെള്ളത്തിലൂടെയും സ്പ്രെഡ് ചെയ്യുന്ന ഈ ഇതിന് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പ്രിവെൻഷൻ കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി അഡ്വൈസ് ചെയ്യുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ആസ് വെൽ. ഡോക്ടർ, നമ്മളിപ്പോൾ ഇത്രയും സംസാരിച്ചതല്ലാതെ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്. നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് രോഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്ത ഒന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് ഈ എല്ലാവരും പറയുന്ന മഞ്ഞപ്പിത്തം എന്നാണ്. പക്ഷെ മഞ്ഞപ്പിത്തം ഒരു രോഗമല്ല, അതൊരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. കണ്ണിൽ ആ മഞ്ഞ കളറ് വരുന്നു, അല്ലെങ്കിൽ യൂറിൻ കടും മഞ്ഞയിൽ പോകുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. പല കാരണങ്ങൾ കൊണ്ട് മഞ്ഞപ്പിത്തം വരാം. ഇതിൽ നമ്മുടെ മഴക്കാലത്തിനോടനുബന്ധിച്ച് വരുന്നത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ ആണ്. ഇത് അശുദ്ധമായിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ വാട്ടറിൽ നിന്നാണ് ഇത് ആക്ച്വലി ഡെഫിനറ്റ്ലി നമ്മൾ പകരുക. ഇത് ലിവറിനെ ബാധിക്കുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ചിലപ്പോൾ സാധാരണ ഒരു പനി പോലെ വന്ന് ചെറുതായിട്ടൊന്ന് ജോണ്ടിസ് ആയി പയ്യെ അങ്ങ് റിസോൾവ് ചെയ്ത് പോകാം. ചിലവരിൽ ഇത് ലിവർ ഫെയിലിയർ വരെ ഉണ്ടാക്കാവുന്ന സിറ്റുവേഷനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ നോക്കുമ്പോൾ യൂറിൻ്റെ കളർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടുകയോ കണ്ണിൽ മഞ്ഞപ്പ് കാണുകയോ പനിയുടെ അവസ്ഥയിൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നമ്മൾ നോക്കേണ്ട ഒന്നാണ്. ശുദ്ധമായിട്ടുള്ള ഫുഡും അതുപോലെ സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മറ്റേത് വാക്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് ഇ ആക്ച്വലി പ്രഗ്നൻസിയിൽ വളരെ സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലം ഉണ്ടാക്കും. സോ പ്രഗ്നൻറ്റ് വിമനിൽ ഹെപ്പറ്റൈറ്റിസ് ഇ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. അതൊന്ന്. പിന്നെ നമ്മൾ ഫ്ലൂ അല്ലെങ്കിൽ ന്യൂമോണിയ നമ്മൾ പറഞ്ഞിരുന്നു. ആക്ച്വലി ഫ്ലൂവും ന്യൂമോണിയയും വളരെ കോമൺ ആയിട്ട് വരുന്നതാണ്. അത് നമ്മൾ ആക്ച്വലി അണ്ടർപ്ലേ ചെയ്യാൻ പറ്റില്ല. കോവിഡ് ഉൾപ്പെടെ, കോവിഡ് ഒന്നും എങ്ങും പോയിട്ടില്ല, കോവിഡൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അത് കൂടുതൽ ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം റെസ്പിറേറ്ററി ബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, അത് ടോൺസിലൈറ്റിസ് മുതൽ സൈനസൈറ്റിസ് മുതൽ ന്യൂമോണിയ, അതല്ലെങ്കിൽ സാധാരണ വരുന്ന ഒരു ഫ്ലൂ പോലെ എപ്പോഴും ഈ മഴക്കാലത്ത് വരാവുന്നതാണ്. കുട്ടികൾ പ്രൊഡോമിനൻ്റ്ലി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇതേപോലെയുള്ള ഓർഗാനിസംസ് ആണ് യൂഷ്വലി. പിന്നെ സ്കിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് മനസ്സിലാക്കി, നമ്മൾ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മനസ്സിലാക്കി, ഹെപ്പറ്റൈറ്റിസ്, വയറിളക്കം പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് സ്കിന്നാണ്. സ്കിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ എത്തുന്നതാണ്. അത് പലപ്പോഴും നമ്മൾ OPD ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും കയറി വരുന്നൊരു കാര്യമാണ് ഫംഗസ് അണുബാധ വന്നു എന്നുള്ള വിധത്തിൽ. അതായത് കാലിൻ്റെ വളങ്കടി പോലെയുള്ള കാര്യങ്ങളോ, അതായത് ഇന്റർറൈഗോ എന്ന് പറയുന്ന ഈ ഭാഗങ്ങളിൽ, ഈ വെബ് സ്പേസസിലും അവിടെയെല്ലാം പൊട്ടുക, ഇത് ചെയ്യുക, ഇതെല്ലാം ആ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഈർപ്പമയം അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഗ്രോയിൻ ഏരിയ, കക്ഷത്തിൻ്റെ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലെല്ലാം ചൊറിച്ചിലും മറ്റു കാര്യങ്ങളുമായിട്ട് വെള്ളപ്പാണ്ട് പോലെയും റേസ്ഡ് ആയിട്ടുള്ള ലീഷൻസ് പോലെയൊക്കെ വരുന്ന ഫംഗൽ രോഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമയത്ത്. കാരണം ഇതെല്ലാം ആ ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുത്തേണ്ട ഒരു ചേഞ്ചാണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്ന് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റാനായിട്ടും ആ ഏരിയ എല്ലാം ഡ്രൈ ആയിട്ട് വെക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യാസം വരും. ഇനി അത് വന്നാൽ പോലും സാധാരണ ഓയിൻമെൻറ്റ്സോ അല്ലെങ്കിൽ ചെറിയ ടാബ്ലറ്റ്സ് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ പറയാൻ പറ്റുന്ന ആക്ച്വലി ഈ മഴക്കാലത്ത് വരാവുന്ന രോഗങ്ങൾ. ഈ മഴക്കാലം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, കാരണം തണുപ്പാണ്, ആരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ വ്യക്തി ശുചിത്വം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? പേഴ്സണൽ ഹൈജീൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനറ്റ്ലി. അല്ലെ, പേഴ്സണൽ ഹൈജീൻ ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി വാട്ട് ഈസ് ഗോയിൻ ടു ഹാപ്പൻ ഇസ് നമ്മൾ ഈ പറയുന്ന എല്ലാ രോഗങ്ങളും വരും. ഇപ്പം ഞാൻ പറഞ്ഞ ചർമ്മത്തിൻ്റെ രോഗങ്ങൾ, അപ്പോൾ ഇത് നമുക്ക് ഈ പേഴ്സണൽ ഹൈജീൻ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം നമുക്കിത് മാറ്റി നിർത്താൻ പറ്റുന്നതാണ്. അല്ലേ, നമ്മൾ ഒന്ന് ഒരു വാട്ടർ ലോക്ക്ഡ് ആയിട്ടുള്ള ഏരിയ കൂടെ നമ്മൾ നടന്നു എന്ന് വിചാരിക്കുക. നമ്മൾ തിരിച്ചു വന്ന ഉടനെ സോപ്പിട്ട് കാല് കഴുകുകയും കൈ കഴുകുകയും ചെയ്താൽ തന്നെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്കിത് മുഴുവൻ മാറ്റി നിർത്താൻ പറ്റും. അല്ലേ, പക്ഷേ പലപ്പോഴും നമുക്ക് ചില സാഹചര്യങ്ങൾ അത് അനുവദിക്കുന്നില്ല. നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഈ ഓഫീസിലെത്തും, നമുക്ക് ജോലി തിരക്കുകൾ, പലപ്പോഴും അങ്ങനത്തെ തിരക്കുകളൊക്കെയാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇഫ് യു പ്ലാൻ തിങ്സ് ഇൻ അഡ്വാൻസ്, ഐ തിങ്ക് അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പേഴ്സണൽ ഹൈജീൻ ഒബ്വിയസ്ലി നമ്മുടെ കുളിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് മാത്രം നിൽക്കുന്നൊന്നല്ല. പേഴ്സണൽ ഹൈജീൻ ട്രാൻസ്ലേറ്റ്സ് ടു നമ്മൾ കഴിക്കുന്ന ഫുഡും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടറും. അല്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡ് സേഫ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, വാട്ടർ സേഫ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. പറ്റുന്നതാണെങ്കിൽ തിളപ്പിച്ചാറ്റത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആക്ച്വലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ കുറച്ച് നിർത്താനായിട്ട്. ഈ ഹൈജീൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ
മറ്റുള്ളവരിൽ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അത് കിട്ടാതിരിക്കാനായിട്ട് നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് ഉൾപ്പെടെ തന്നെ നമ്മൾ ഇനി ചില സിറ്റുവേഷനിൽ പോകേണ്ട ആവശ്യം വന്നാൽ പോലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, മാസ്ക് ധരിക്കുക, തുമ്മുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് കവർ ചെയ്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആക്ച്വലി ആസ് ഇൻഡിവിജ്വൽസ്, നമ്മൾ ആസ് സിറ്റിസൺസ്, നമ്മൾ എല്ലാവരും റെസ്പോൺസിബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഈ ടിപ്സ് നോക്കിയിട്ടാണല്ലോ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കേട്ടിട്ടുള്ളതാണ് ഈ മഞ്ഞളിട്ട് വെള്ളം കുടിക്കുക, അല്ലെ ഇഞ്ചി ഇട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ ഈ മഴക്കാലത്ത് നല്ലതാണെന്ന്. അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ നമ്മൾ? അങ്ങനെ ഒരു മാജിക് ഫുഡ് ഒന്നുമില്ല, അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഐ തിങ്ക് നമ്മൾ വളരെ സേഫായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ചാറ്റിയ വെള്ളവും അതുപോലെ തന്നെ പോഷകമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഉപയോഗിക്കുക. ബാലൻസ്ഡ് ഡയറ്റിൽ എന്താ പറയുന്നത്, കാർബോഹൈഡ്രേറ്റ് മിതത്തോടു കൂടിയും ഹൈ പ്രോട്ടീനും അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അടങ്ങിയ പച്ചക്കറികൾ വിഭവങ്ങളെല്ലാം തന്നെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും, നമുക്ക് മിനറൽസും വൈറ്റമിൻസ്, എസ്പെഷ്യലി വൈറ്റമിൻ സി പോലെയുള്ള കാര്യങ്ങൾ, ഓറഞ്ച്, മൂസമ്പി, ലൈം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും മറ്റു കാര്യങ്ങളും പ്രതിരോധ ശക്തിയും കുറച്ചുകൂടെ ബെറ്റർ ആവും. അതല്ലാതെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, എനിക്ക് അതിനോട് വലിയ യോജിപ്പിച്ചില്ല. മഞ്ഞൾ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ പറയുന്നില്ലേ, ഇപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒബ്വിയസ്ലി ഇവിടെ മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് മറ്റ് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ, ആയുർവേദമുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, എല്ലാ ബ്രാഞ്ചസും ഇവിടെ ഉണ്ട്. അപ്പം ഇതിലൊന്നും തെറ്റൊന്നുമില്ല ചെയ്യുന്നതിൽ. പക്ഷേ എൻ്റെ ഒരു പ്രോബ്ലം, ഇപ്പം നമ്മൾ ഡെങ്കിയിലൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അനാറ് കഴിക്കുകയോ അല്ലെങ്കിൽ പപ്പായ കഴിക്കുകയോ എന്ന് മാത്രം ഉള്ളൊരു സിറ്റുവേഷൻ ഇല്ലേ, അതിൽ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യരുത്. അത് ചെയ്യുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം മാത്രം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ മഞ്ഞൾ വെള്ളം, ഇപ്പം എന്ത് എനിക്ക് ചെയ്യാം, മഞ്ഞൾ വെള്ളം മാത്രം കുടിച്ചാൽ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അതാണ് ഈ പറയുന്ന ഈ ടിപ്സിനും ഒറ്റമൂലികളുടെ പ്രശ്നങ്ങൾ അല്ലേ. അത് ഒഴിവാക്കി നമ്മളെ ബേസിക് കാര്യങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എക്സ്ട്രാ ഇത് ചെയ്യുന്നതിൽ നമുക്ക് ആർക്കും ഒരു വിരോധമില്ല. പക്ഷേ ഒരളവിൽ കൂടുതൽ ഇതൊന്നും നല്ലതല്ല. ഇപ്പം നമ്മൾ മഞ്ഞൾ ഒരളവിൽ കൂടുതൽ എടുക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലതല്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ കറിയിലിടുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇത് ഡെയിലി നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ലാർജ് വോളിയം എടുത്തു കഴിഞ്ഞാൽ, അൺചെക്ഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മുടെ അവയവങ്ങളെ ബാധിക്കും. ഡോക്ടർ, ഇതല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് കുട്ടികളോ പ്രായമായവരോ ഇപ്പം നമ്മൾ അഡൽട്സ് ആയിരുന്നെങ്കിലും എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. ഫൈനലി പറയുകയാണെങ്കിൽ, ടു സം ദ ഹോൾ തിങ് അപ്പ്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കറിയാം പല ആസ്പെക്ട്സിലും നമുക്ക് ഈ അസുഖത്തെ എങ്ങനെ ചെറുത്ത് നിർത്തുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതെല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുക, അസുഖം വന്നെന്ന് വിചാരിക്കുക. ഓക്കെ, അതും നമുക്ക് ഒബ്വിയസ്ലി വരാവുന്നൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ. അതായത് നമ്മൾ വീട്ടിൽ ഇരിക്കുക, നന്നായിട്ട് ഫ്ലൂയിഡ് എടുക്കുക, സേഫ് നല്ല ഫുഡ് എടുക്കുക, പാരസെറ്റമോൾ എടുക്കുക, നമ്മുടെ പനി മോണിറ്റർ ചെയ്യുക. എന്നിട്ടും വാർണിംഗ് സൈൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ പോവുക. വാർണിംഗ് സൈൻസ് ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് പനി മാറുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇത് ചെയ്യുക. ബ്ലഡ് ടെസ്റ്റോ മറ്റോ വേണ്ടതാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിന് വിരോധമില്ല. ഇനി വൾണറബിൾ പോപ്പുലേഷൻ ആണോ എങ്കിൽ നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകണം. അതായത് നമ്മൾ പറഞ്ഞിരുന്ന കുറേ വൾണറബിൾ പോപ്പുലേഷൻ ഉണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാൾക്കാണ് 1-2 ദിവസത്തെ പനി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോകുക. അത് വാർണിംഗ് സൈൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. സാധാരണക്കാർക്ക് വാർണിംഗ് സൈൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൾണറബിൾ പോപ്പുലേഷൻ ആണോ, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു വൈദ്യസഹായം തേടേണ്ട ഒന്നാണ്. അത് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കും. ഇതാണ് ഫൈനലായിട്ടുള്ള മെസ്സേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പനി വരുമ്പോൾ വെച്ചുകൊണ്ടിരിക്കാതെ ഹോസ്പിറ്റലിൽ പോവുക. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.